നമസ്കാരം, കൊല്ലം റേഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ കേൾക്കാം. ബിസിനസ് ലോകം. ഇലോൺ മസ്ക് ലോക റെക്കോർഡിൽ ഒരു ദിവസം കൊണ്ട് 15.19 ലക്ഷം കോടി രൂപയുടെ വളർച്ച നേടിയതോടെ ലോകത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ഇലോൺ മസ്ക് ചരിത്രത്തിൽ ഇടം നേടി. അദ്ദേഹത്തിന്റെ ആകെ ആസ്തി $638 ബില്യൺ അഥവാ 58 ലക്ഷം കോടി രൂപയിലെത്തി. ലോകത്ത് ഒരാളുടെ ആസ്തി 600 ബില്യൺ കടക്കുന്നത് ആദ്യമായാണ്. ബ്ലൂംബർഗിന്റെ പട്ടിക പ്രകാരം രണ്ടാം സ്ഥാനക്കാരനായ ഗൂഗിൾ സഹസ്ഥാപകൻ ലാറി പേജിന്റെ ആസ്തി $265 ബില്യൺ. ഇന്ത്യൻ സമ്പന്നരിൽ ഒന്നാമനായ മുകേഷ് അംബാനിയുടെ ആസ്തി $106 ബില്യൺ. മസ്കിന്റെ ഒറ്റ ദിവസത്തെ വളർച്ച മുകേഷ് അംബാനിയുടെ ആകെ സ്വത്തിനേക്കാൾ കൂടുതലാണ്. സ്പേസ് എക്സിന്റെ പ്രാരംഭ ഓഹരി വിൽപ്പന നീക്കമാണ് മസ്കിന്റെ ഈ കുതിപ്പിന് കാരണമായത്. കേരള രാഷ്ട്രീയം. നിയമം. അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ലിഫ് ഹൌസിൽ സന്ദർശിച്ചു. കേരള ജനത ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സർക്കാർ ഉടൻ അപ്പീൽ പോകുമെന്നും പ്രതിമാറിന്റെ വീഡിയോയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വിചാരണ കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മസാല ബോണ്ട് കേസ് കിഫ്ബിക്ക് ഹൈക്കോടതി സ്റ്റേ. മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിയടക്കമുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് (ED) നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഹൈക്കോടതി 3 മാസത്തേക്ക് സ്റ്റേ അനുവദിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ, VD സതീശൻ മാനനഷ്ടക്കേസ്. സ്വർണം കട്ടെന്ന് ആരോപിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിക്കണമെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് ഈ മാസം 18ലേക്ക് മാറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ള. മുൻ ദേവസ്വം സെക്രട്ടറി സുപ്രീം കോടതിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും. UDF എംപിമാരുടെ പ്രതിഷേധം മന്ത്രി ശിവൻകുട്ടി വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ UDF എംപിമാർ പാർലമെന്റിന് പുറത്ത് നടത്തിയ പ്രതിഷേധം ജനവിധി തമാശയായി കാണുന്നതിന് തുല്യമാണെന്ന് മന്ത്രി വി. ശിവൻകുട്ടി വിമർശിച്ചു. പോറ്റിയെ കേറ്റിയെ പാട്ടിനെതിരെ DGPക്ക് പരാതി. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചതിനും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാട്ടിനെ വികലമാക്കിയതിനുമെതിരെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല DGPക്ക് പരാതി നൽകി. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റം ശശി തരൂരും രാഹുൽ ഗാന്ധിയും വിമർശിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി വിബിജിറാം ജി ബിൽ എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ശശി തരൂർ എംപിയും രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഇത് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അവർ ആരോപിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെ പുതിയ ബിൽ മന്ത്രി പി. രാജീവ് വിമർശിച്ചു. പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ആസൂത്രിത ശ്രമമാണിതെന്ന് മന്ത്രി പി. രാജീവ് വിമർശിച്ചു. ഭരണപരവും തിരഞ്ഞെടുപ്പും. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. VC നിയമനത്തിൽ ധാരണ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VCയായി സജി ഗോപിനാഥിനെയും ചാൻസലർ അംഗീകരിച്ചു. വോട്ടർ പട്ടികയിൽ മരിച്ച അധ്യാപകൻ. ജീവിച്ചിരിക്കുന്ന താൻ മരിച്ചെന്ന് BLO റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് വോട്ടർ പട്ടികയ്ക്ക് പുറത്തായതായി റിട്ടയർഡ് കോളേജ് അധ്യാപകൻ വിൽസൺ EV പരാതിപ്പെട്ടു. ജോസ് കെ മാണി. UDF ചർച്ചയില്ലെന്ന് NK പ്രേമചന്ദ്രൻ. ജോസ് കെ മാണിയെ UDFിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചർച്ച നടന്നിട്ടില്ലെന്ന് NK പ്രേമചന്ദ്രൻ MP. ക്രൈം വാർത്തകൾ. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം തുടരന്വേഷണ ഹർജി ജനുവരി 19-ന്. തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വാദം ജനുവരി 19-ന് തുടങ്ങും. പിണറായിൽ ബോംബ് പൊട്ടി CPM പ്രവർത്തകന് ഗുരുതര പരിക്ക്. കണ്ണൂർ പിണറായിൽ ബോംബ് കയ്യിലിരുന്ന് പൊട്ടി CPM പ്രവർത്തകനായ വിപിൻ രാജിന് ഗുരുതരമായി പരിക്കേറ്റു. ബിഗ് ബോസ് താരം ബ്ലെസ്ലി അറസ്റ്റിൽ. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തെത്തിച്ച കേസിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരം ബ്ലെസ്ലി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റിലായത്. സിനിമാ നിർമ്മാതാവ് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. കന്നഡ സിനിമാ നിർമ്മാതാവായ ഹർഷവർദ്ധനെതിരെയാണ് പരാതി. ഗോവ നിശ ക്ലബ് തീപിടുത്തം. പ്രധാന പ്രതികൾ അറസ്റ്റിൽ. 25 പേർ മരിച്ച സംഭവത്തിൽ തായ്ലൻഡിലേക്ക് കടന്ന പ്രധാന പ്രതികളെ ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടി. കർണാടകയിൽ വൻ യൂറിയ കുംഭകോണം. കർഷകർക്ക് നൽകാനായി കേന്ദ്രം അനുവദിച്ച 180 ടൺ യൂറിയ മറിച്ചുവിറ്റ വൻ യൂറിയ കുംഭകോണം കർണാടകയിൽ പുറത്തുവന്നു. കടുവ ഭീതി. വയനാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കടുവ ഭീതിയെ തുടർന്ന് വയനാട്ടിലെ പനമരം, കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മയക്കുവെടിവെക്കാനുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കും. ദേശീയ അന്തർദേശീയം. പ്രധാനമന്ത്രി മോദി എത്യോപ്യയിൽ. ജോർദാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ തലസ്ഥാനമായ അഡിസ് അബാബയിലെത്തി. എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തി. US ട്രംപിന്റെ യാത്രാവിലക്ക്. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളുടെ പൗരന്മാർക്കും പലസ്തീനിയൻ അതോറിറ്റി പാസ്പോർട്ട് കൈവശമുള്ളവർക്കും USലേക്കുള്ള പ്രവേശനം അനുവദിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനികർക്ക് പുനരധിവാസ പദ്ധതി. സുപ്രീം കോടതി ഇടപെടൽ. പരിശീലനത്തിനിടെ വൈകല്യം സംഭവിച്ച സൈനികർക്കായി 6 ആഴ്ചക്കകം കേന്ദ്ര സർക്കാർ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് സുപ്രീം കോടതി. മോദിയെ പ്രശംസിച്ച് US എംബസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങളുടെ ഉത്കൃഷ്ടനായ സുഹൃത്താണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായുള്ള കുറിപ്പ് US എംബസി പങ്കുവച്ചു. ദില്ലിയിൽ പുകമഞ്ഞ്. ഓൺലൈൻ ക്ലാസുകൾ. ദില്ലിയിലെ കനത്ത പുകമഞ്ഞിനെ തുടർന്ന് 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനാക്കി. പ്രതിരോധം. അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ ഏറ്റുവാങ്ങി. USൽ നിന്നുള്ള ആധുനിക അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ അവസാന ബാച്ച് ഇന്ത്യ ഏറ്റുവാങ്ങി. കായികം. മെസ്സിയുടെ പരിപാടി അലങ്കോലമായി.
കായിക മന്ത്രിക്ക് രാജി. മെസ്സിയുടെ ഗോ ടൂർ പരിപാടി അലങ്കോലമായ സംഭവത്തിൽ പശ്ചിമബംഗാൾ കായിക മന്ത്രി അരൂപ് ബിശ്വാസ് രാജിവെച്ചു. IPL മിനി താരലേലം. വിദേശ താരങ്ങൾക്ക് കോടികൾ. ഓസ്ട്രേലിയൻ താരം കാമറൂൺ ഗ്രീൻ 25.20 കോടി രൂപയ്ക്കും ശ്രീലങ്കൻ പേസർ 18 കോടി രൂപയ്ക്കും കൊൽക്കത്തയിലെത്തി. എംബാപ്പെ കേസ്. PSG 60 മില്യൺ യൂറോ നൽകണം. സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയ്ക്ക് 60 മില്യൺ യൂറോ, ഏകദേശം 643 കോടിയിലധികം രൂപ നൽകണമെന്ന് ഫ്രഞ്ച് ക്ലബ്ബ് PSG-യോട് കോടതി ഉത്തരവിട്ടു. സിനിമ. മിണ്ടിയും പറഞ്ഞും ടീസർ റിലീസ്. ഉണ്ണി മുകുന്ദനെയും അപർണ ബാലമുരളിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ബോസ് സംവിധാനം ചെയ്യുന്ന മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തു. ജയിലർ 2-ൽ നോറ ഫത്തേഹി. രജനികാന്തിന്റെ ജയിലർ 2-ൽ നടി നോറ ഫത്തേഹി ഒരു ഐറ്റം ഡാൻസുമായി എത്തുമെന്നാണ് വിവരം. ഓട്ടോമൊബൈൽ. ഓൾ ന്യൂ MG ഹെക്ടർ കൊച്ചിയിൽ പുറത്തിറക്കി. JSWMG മോട്ടോർ ഇന്ത്യയുടെ ഓൾ ന്യൂ MG ഹെക്ടർ കൊച്ചിയിൽ പുറത്തിറക്കി. 20 ലക്ഷം രൂപ മുതലാണ് വില. ആരോഗ്യം. തണുപ്പിലെ വിഷാദം. സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ. തണുത്ത കാലാവസ്ഥയിലുണ്ടാകുന്ന വിഷാദാവസ്ഥയെ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ അഥവാ SAD എന്ന് വിളിക്കുന്നു. സൂര്യപ്രകാശം ഏൽക്കുന്നത്, ആളുകളുമായി സംസാരിക്കുന്നത്, വ്യായാമം ചെയ്യുന്നത് എന്നിവ ഈ അവസ്ഥയെ മറികടക്കാൻ സഹായിക്കും. മറ്റു വാർത്തകൾ. ആക്സിസ് ബാങ്ക് ഓഹരികൾക്ക് കനത്ത നഷ്ടം. ആക്സിസ് ബാങ്കിന്റെ ഓഹരികൾ 4% ഇടിഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നമസ്കാരം. കൊല്ലം റേഡിയോ കേൾക്കുന്നതിന് നന്ദി.